ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് യാതൊരു ടേസ്റ്റും ഇല്ലാത്ത എന്നാൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഫൈബറും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രൂട്ട്. ഇതിൻ്റെ പേര് കൊക്കോ പ്ലം എന്നാണ്. പാരഡൈസ് പ്ലം എന്നും ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളത് ഇത് ഇങ്ങനത്തെ ഒരു പിങ്കും ഒരു വൈറ്റും ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഞാൻ ഈ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് കാണിച്ചു തരാവേ. സൗത്ത് സെൻട്രൽ അമേരിക്കയിലാണ് ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അവിടങ്ങളിലൊക്കെ ഈ ബീച്ച് സൈഡിലും അതുപോലെ തന്നെ ഈ നദിയുടെയും തടാകങ്ങളുടെയൊക്കെ തീരത്തിലാണ് ഇത് കൂടുതലായിട്ടും വളരുന്നത്. ഇതിങ്ങനെ ഒരു ബുഷ് ടൈപ്പിൽ വളരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ അലങ്കാര ചെടിയായിട്ടും വളർത്താറുണ്ട്. ഇതിന് പ്രത്യേകിച്ച് യാതൊരു ടേസ്റ്റും ഇല്ല കേട്ടോ. പുളിപ്പോ കയ്പോ മധുരമോ അങ്ങനെ യാതൊരു ടേസ്റ്റും ഇതിനില്ല. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ വൈറ്റ് കളറിലുള്ള ഫ്ലഷാണ്. ഇതിൻ്റെ ഉള്ളിലൊരു സീഡുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഇത് ഇങ്ങനെ കംപ്ലീറ്റ്ലി വൈറ്റ് കളറിലുള്ള ഫ്ലഷാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചവെള്ളമൊക്കെ കുടിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സീഡുണ്ടല്ലോ, ഇത് വറുത്ത് കഴിക്കാറുണ്ട് കേട്ടോ ചില ആൾക്കാർ. അതിന് ശരിക്കും ഈ ഫ്രൂട്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ സീഡ് വറുത്ത് കഴിക്കുന്നതിന്. അപ്പോൾ ഇത് വീട്ടിൽ വളർത്താൻ വെറുതെയാണോ എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടാണെങ്കിൽ ഇത് വീട്ടിൽ വളർത്തിയിട്ട് യാതൊരു പ്രയോജനമില്ല. കാരണം വലിയ ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻസും ഫൈബറും ഒക്കെ ചേർന്നിട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ ബെനിഫിറ്റ്സ് നമുക്കിത് വീട്ടിൽ വളർത്തിയാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.